ഹലോ വെൽക്കം ടു ചിത്ത വീഡിയോ ലൈറ്റ്സ്. നമുക്കിന്നൊരു മണിക്കുഴക്കട്ട ഉണ്ടാക്കിയാലോ. ആദ്യം ഒരു ചെറിയ ഗ്ലാസ് 1.5 കപ്പ് വെള്ളം എടുക്കുക. അത് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തത് ശേഷം 1 കപ്പ് അരിപ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ ചൂടുവെള്ളവുമായിട്ട് ഈ അരിപ്പൊടി നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം നമുക്ക് ഏകദേശം ഒരു പരത്താൻ കഴിയുന്ന പാകത്തിന് ഈ ഒരു കൺസിസ്റ്റൻസിൽ നമുക്ക് മാവ് കിട്ടും. ചൂട് മാവായതുകൊണ്ട് തന്നെ നമുക്കൊരു സ്മാഷർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് അമുക്കി കൊടുക്കാം. കുറച്ച് ചൂട് പോയതിനു ശേഷം നമുക്ക് കൈകൊണ്ട് നല്ലതുപോലെ ഉരുട്ടിയെടുക്കാം. ഏകദേശം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന രീതിയിൽ നമുക്ക് ഈ മാവ് ഒന്ന് ഉരുട്ടിയെടുക്കാം. അതിനുശേഷം ചപ്പാത്തി പരത്താൻ ഉപയോഗിക്കുന്ന ഷീറ്റ് ടേബിളിലേക്ക് വിരിക്കാം. എന്നിട്ട് നീളത്തിൽ വേണം ഈ മാവ് ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കാൻ. അതിനുശേഷം ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് ഈ സ്മോൾ പീസസ് കൊണ്ടാണ് നമ്മൾ നമ്മുടെ മണിക്കുഴക്കട്ട ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ചെറിയൊരു പീസ് എടുക്കുക, നന്നായിട്ട് ഉരുട്ടി ഒരു റൗണ്ട് ഷേപ്പ് ആക്കുക. കണ്ടില്ലേ, ഇതുപോലെ. കുറച്ച് സമയം എടുക്കുന്ന ഒരു പ്രക്രിയയാണ്. പക്ഷേ നമുക്ക് ഭയങ്കര രസമുള്ള, കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റിയാണ് മണിക്കുഴക്കട്ട. സാധാരണ കുഴക്കട്ടയെക്കാളും കുറച്ചുകൂടി ടേസ്റ്റിയാണ്. ഏകദേശം ഇങ്ങനെ ഒരു രീതിയിൽ ചെറിയ ചെറിയ ബോളുകളാക്കാണ്. എനിക്ക് മടി കൊണ്ട് ഞാൻ ഇച്ചിരി കൂടെ വലിയ വലിയ ബോളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് പറ്റുന്ന പോലെ നല്ല ഷേപ്പിലാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ രണ്ടാം പാല്, അതാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. തേങ്ങാപ്പാലിന്റെ രണ്ടാം പാലാണ്. പക്ഷെ ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് കോക്കനട്ട് മിൽക്ക് പൗഡറാണ്. അത് ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിൽ കലക്കാണ് ചെയ്യുക തേങ്ങാപ്പാലിന് പകരം. നിങ്ങൾക്ക് തേങ്ങാപ്പാലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ഫസ്റ്റ് പാലെടുത്ത് മാറ്റി വെക്കണം. അതിനുശേഷം രണ്ടാം പാലാണ് ഉപയോഗിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ മണിക്കുഴക്കട്ട മുഴുവൻ അതിലേക്കൊന്ന് തട്ടി കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് അരിപ്പൊടി വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഒന്നാം പാല് ആവശ്യമുണ്ട്. അപ്പം ഞാനിവിടെ കോക്കനട്ട് മിൽക്ക് പൗഡർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ തേങ്ങയുടെ ആദ്യ പാല് എടുത്തു വെക്കുക. അതാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. തേങ്ങാപ്പാൽപ്പൊടി എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് കുറച്ചെടുത്ത് ഒരു ബൗളിലാക്കുക. അതിനുശേഷം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. തേങ്ങാപ്പാൽ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ അരിപ്പൊടി കലക്കിയ കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ലേശം ഉപ്പുപൊടി വിതറി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള അത്രയും, നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്രയും പഞ്ചസാര ഉപയോഗിക്കാവുന്നതാണ്. മധുരത്തിനനുസരിച്ച് ഞാൻ അത്യാവശ്യം നന്നായിട്ട് മധുരം കഴിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഞാനൊരു 2-2.5 സ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ഏലക്കാപ്പൊടി വിതറി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒന്നാം പാല് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ചൂടായി ഏകദേശം ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിലാകുമ്പോൾ നമുക്ക് ഇറക്കാം. കാരണം ഇതിങ്ങനെ ഇരിക്കും തോറും ഇത് കുറുകി കുറുകി വരും. അപ്പോൾ നിങ്ങൾ എന്തായാലും മണിക്കുഴക്കട്ട ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.